എല്ലാ ഫോളോവേഴ്സിനും വെൽക്കം. ഇന്ന് നമ്മുടെ പൂവർണ്ണി അമ്പലത്തിലെ ഉത്സവം, നമ്മുടെ നാട്ടിലെ ഉത്സവം കൂടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഓട്ടോയിലാണ് പോകുന്നത്. ഇരുവശത്തും നല്ല അടിപൊളി ലൈറ്റൊക്കെയാണ്. പിന്നെ വണ്ടികളൊക്കെ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് രണ്ട് സൈഡിലും കാണാനൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് വെട്ടം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. നമ്മൾ അമ്പലം അടുത്തുണ്ട്. ഇവിടെ നമ്മൾ ഓട്ടോ ഇറങ്ങി നമ്മൾ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ശിവക്ഷേത്രമാണ്. അങ്ങോട്ട് ഇതൊക്കെ അങ്ങ് നടക്കുകയാണ്. വണ്ടി ഒന്നും അങ്ങോട്ട് ഇറക്കി വിടത്തില്ല കേട്ടോ. കാരണം വെച്ചാൽ വണ്ടിയിൽ ഇറങ്ങി പോകുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ആകുന്നത് കൊണ്ട് നമ്മൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് വണ്ടിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. നല്ല അലങ്കാര ഭംഗികളാണ്. നല്ല രസമുണ്ട് അലങ്കരിച്ചതൊക്കെ കാണാനായിട്ട്. നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ വഴി സൈഡിലെല്ലാം കച്ചവടക്കാരുണ്ട്. ഇതെല്ലാം വിളക്കുണ്ട്. ബലൂൺസും പാവകളും പിന്നെ ബാഗൊക്കെ കൊടുക്കും. അങ്ങനെ ഒത്തിരി വഴി ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ രണ്ട് സൈഡിൽ വഴി ഇരിപ്പുണ്ട്. ഇപ്രാവശ്യം വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ അമ്പലം അലങ്കരിച്ചിരിക്കുന്നത്. പിന്നെ ഗാനമേള, പിന്നെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ട്. ഗാനമേള അതിൻ്റെ നടക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. ദീപാരാധന സമയമാണ്. ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ഷൂട്ടൊക്കെ ചെയ്തു. നല്ല രസമുണ്ട്. നല്ലപോലെ അലങ്കരിച്ചിരിക്കും. നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. വളരെയധികം മനോഹരമായ രീതിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിൽ കമ്പിയൊക്കെ വെച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ആൾക്കാരെ നിർത്താനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. കാണികളെ ഒട്ടും ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ കാഴ്ചക്കാർക്ക് കാണുന്ന രീതിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും വെച്ചിരിക്കുന്നത്. ഡാൻസ് നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പം ഞാനവിടെ നിന്ന് കുറേ നേരം നോക്കി. നല്ല ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഒത്തിരി ജനങ്ങളുണ്ട് കേട്ടോ. നല്ല ക്രൗഡാണ്. നല്ല പിന്നെ അത് ഗാനമേള തുടങ്ങി. സൂപ്പർ ഗാനങ്ങളായിരുന്നു എല്ലാം. എന്തായാലും കുറച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. ആദ്യം ഒരു നല്ലൊരു മനോഹരമായൊരു ഭക്തിഗാനത്തോടു കൂടിയാണ് ഗാനമേള തുടങ്ങിയത്. പക്ഷെ എനിക്കത് എടുക്കാൻ സാധിച്ചില്ല. അപ്പം രണ്ടാമത്തെ പാട്ട് തൊട്ട് കുറച്ച് ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. നല്ല രസമുണ്ട്. പിന്നെ ഈ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കച്ചവടക്കാരൊക്കെ നമുക്ക് ഗ്രൗണ്ടിന് വെളിയിലായിട്ടൊക്കെയാണ് കടകളൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ നാളെ 7ാം ഉത്സവമായ പ്രമാണിച്ച് നാളെ നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ ഭജന നടക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം ക്രൗഡ്, നല്ല ഇഷ്ടം പോലെ ആൾക്കാർ വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ രീതിയിലുള്ള ഒത്തിരി മാറ്റങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ കടകളൊക്കെ മാറ്റി ഗ്രൗണ്ടിൽ നിന്ന് മാറ്റി വേറെ അപ്പുറത്തോട്ടൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് എന്നാണ് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഗാനമേളയാണെങ്കിലും ഞാൻ കുറേ നേരം ഇരുന്ന് ആസ്വദിച്ചു കേട്ടു. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴാണ് പുറകോട്ട് നോക്കിയപ്പോഴത്തേനും ഭയങ്കര അധികം ആൾക്കാരാണ്. പുറകിൽ ഭയങ്കര അധികം ആൾക്കാരായിരുന്നു. ഇനി നാളെ ഇതിന് ഇരട്ടിക്കുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. കാരണം നന്ദഗോവിന്ദ ഭജൻസ് നാളെ നടക്കുന്നത് കൊണ്ട് നാളെ വളരെയധികം ഇഷ്ടംപോലെ ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് സുരക്ഷിതത്വം ചെയ്തുകൊണ്ടാണ് അവിടെ ഓരോ കാര്യങ്ങളും അവരവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നാളെ എന്താ പറയുക, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ 7ാം ഉത്സവമാണ്. അതിനെല്ലാവരെയും നമ്മുടെ അമ്പലത്തിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരെ ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ.